സൗദിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഇനി അറബിയല്ലാത്ത പേരുകൾ നൽകാം. പരിഷ്കരിച്ച വാണിജ്യ നിയമം പ്രാബല്യത്തിൽ വന്നു. വിദേശ നിക്ഷേപകർക്ക് ഗുണകരമാകുന്നതാണ് പുതിയ നിയമം. വ്യാപാര സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നിയന്ത്രണം സൗദി വാണിജ്യ മന്ത്രാലയം പിൻവലിച്ചു. അറബി അല്ലാത്ത ഭാഷയിലും ഇനി പേര് നൽകാം. അക്കത്തിലോ അക്ഷരത്തിലോ ഉള്ള പേരുകളും സ്ഥാപനങ്ങൾക്ക് നൽകാം. അറബി പേരുകളിൽ തന്നെ ഷരിക്ക, മുഅസ്സസ തുടങ്ങിയവയോ മുഖാവലാത്ത്, തിജാരിയ, ഖിദ്മാത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങളോ ചേർക്കേണ്ടതില്ല. പുതിയ പേരുകൾക്കുള്ള അംഗീകാരം കഴിഞ്ഞ ദിവസം ലഭിച്ചു തുടങ്ങിയതായി എമറാൾഡ് ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് CEO നാസർ TN പുരം പറഞ്ഞു. ഇംഗ്ലീഷിലുള്ള പേരുകളാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. നമ്മളുടെ കമ്പനിക്ക് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അക്കത്തിലോ അക്ഷരത്തിലോ പേര് സെലക്ട് ചെയ്യാൻ കഴിയും. നമ്മൾ അപേക്ഷകളൊക്കെ സമർപ്പിച്ചെങ്കിലും ഇതുവരെ ഒന്നും കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് ആദ്യമായിട്ട് ഒരു പേര് കൺഫേമായി കിട്ടിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഇതിന് പേയ്മെൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 500 റിയാൽ ഫീസ് ഈടാക്കുന്നുണ്ട്. ഈ പുതിയ നിയമം വിദേശ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണകരമാണ്. ഇനി ആർക്കെങ്കിലും അറബി പേര് മാറ്റി ഇംഗ്ലീഷിലേക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. വാണിജ്യ രജിസ്ട്രി വ്യാപാരനാമ ഭേദഗതി ഈ മാസം ആദ്യത്തിലാണ് പ്രാബല്യത്തിൽ വന്നത്. സർവീസ്, ട്രേഡിംഗ്, മാനുഫാക്ചറിംഗ് തുടങ്ങി എല്ലാ മേഖലകൾക്കും കൂടി ഒരു CR മാത്രമാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓരോ ബ്രാഞ്ചിനും വെവ്വേറെ CR അനുവദിക്കുന്നതിന് പകരം മൊത്തം കമ്പനിക്ക് ഒരു CR മാത്രം മതി എന്നതും പുതിയ നിയമത്തിന്റെ പ്രത്യേകതയാണ്. ജലീൽ കണമകലം, 24 ജിദ്ദ.